ഹലോ. അപ്പൊ നമ്മള് റെസ്റ്റ് ഒക്കെ ഒന്ന് എടുത്തിട്ട് തിരിച്ച് ഗ്രാൻഡ് വേയിലോട്ട് പോവാ കേട്ടോ. ഇതിന്റെ അടുത്താ, ഹോട്ടലിന്റെ അടുത്താ. അടിപൊളി ഹോട്ടൽ കേട്ടോ. ചെറിയ ഹോട്ടലാണെങ്കിലും ബട്ട് നൈസ്, നല്ല ഭംഗിയുണ്ട് ആണൊക്കെ. നൈസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ. സോ നമ്മളിങ്ങനെ ഗ്രാൻഡ് വേയിലോട്ട് പോകാനുള്ള വഴി കേട്ടോ. ഇതിൻ്റെ അടുത്താന്ന് ഞങ്ങൾ കാണുകയും ചെയ്ത് മാപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കാം, നമുക്ക് പോയി നോക്കാം ഗ്രാൻഡ് വേ കേട്ടോ. ഇവിടെ തന്നെ ബീച്ചും ഉണ്ടോ കേട്ടോ. നമ്മളിത് ബീച്ചിൻ്റെ സൈഡിലാണ്. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ. നൈറ്റ് മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും മറ്റേ വെനീസിൻ്റെ അവിടെ പോയിട്ടേ ഉള്ളൂ. ഇനി വേറെ എന്ത് കാര്യം. ഏയ് കൊച്ചിരുന്ന് കളിക്കുന്നുണ്ടോ. ആളില്ലല്ലേ ഇത്തവണ. ലൈറ്റൊക്കെ ഇടുമ്പോഴാണ് എൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. രാവിലെ കണ്ടപ്പോൾ തന്നെ ഒരു പീസ്ഫുൾ സ്ഥലമാണെന്ന് മനസ്സിലായി. പക്ഷെ ലൈറ്റ് ഇടുമ്പം കൊല. ഇങ്ങനെ നമ്മൾ ഗ്രാൻഡ് വേൾഡ് എൻട്രി ആയി. ഒരു 5 മിനിറ്റ് അടക്കാനുള്ള ദൂരമുള്ളൂ. 8 മിനിറ്റ് അടക്കാനുള്ള ദൂരം. ഇതാണ് എൻട്രി. ഇനി ലേക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പുറത്തേക്ക് ലേക്ക്. ആ ബ്രിഡ്ജ് അവിടെ തപ്പിടിക്കണം. ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇവിടെ. ഇതാരാ നിൽക്കുന്നത് ഇവിടെ. കൊള്ളാലോ. പയ്യൻ കണ്ട കാറൊക്കെ ഓടിച്ചിട്ട് പഠിക്കുന്നുണ്ടോ. ഭംഗിയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വരെ വൃത്തിയാണ്. ബ്രിഡ്ജ് കണ്ടു. ഇതാണ് കേട്ടോ സ്ഥലം. അടിപൊളി. ഒത്തിരി ആളുണ്ട് കേട്ടോ. ഉണ്ട്. ഇത് ബുക്ക് ചെയ്തിട്ടില്ല. നാളെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നാട്ടിൽ ഐലൻഡ് ടൂർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബുക്ക് ചെയ്യില്ല. ഇത് ഒരു 600-650 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. നമ്മളിവിടെ ഫുൾ കാണാമെന്ന് വെച്ചു. വാവ്, ഒരുപാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് ഷോയ്ക്ക് ഉണ്ട് കേട്ടോ പിടിച്ചിൻ്റെ അത്. ഇതാണ് കേട്ടോ കുഞ്ഞ് വെള്ളത്തിൽ പോകാൻ നമുക്ക്. 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തും കടകളും ഫുൾ ലൈറ്റും. എങ്ങനെ ഇതാണ്ട് വെനീസ് എത്തിയല്ലേ. ലേക്ക് വെനീസ് ലേക്ക് അടിപൊളി. രക്ഷയില്ല. ലവ് ലേക്ക് അല്ല, വെനീസിന്റെ പോലത്തെ ഇതിൽ ചെയ്തേക്കുന്നവര് അടിപൊളി. നല്ല രസമുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ആളുകളുണ്ട്, ഇന്ത്യക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബട്ട് അടിപൊളി, കിടിലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരെങ്ങനെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുള്ളതാണ് ഒരു പാടുള്ള കാര്യമാണ്. അടിപൊളി. ഇനി നമ്മൾ അങ്ങോട്ട് നീങ്ങട്ടെ. അതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. പിന്നെ ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം 2 സൈഡ് ഫുൾ ഷോപ്പാണ്. ഒരു കുഞ്ഞു ട്രെയിൻ പോകും. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. സായി റെസ്റ്റോറൻറ്റ്, പ്യുവർ വെജ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കുറേ താവോ പേള് ഇടുന്ന കടയുണ്ട് കേട്ടോ. മാല. നമ്മളവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിടല്ലേ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഇവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയാ. ഇറ്റ്സ് നൈസ്.
ഫുൾ മസാജ് ആട്ടോ ഇവിടെ. ആ എനിക്കിൻ്റെ ഒരു ബോട്ട് പോകുന്നുണ്ട് കേട്ടാ. നോ 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 നോ. ഇതാണ് മറ്റേ മ്യൂസിയം. ഇതിന് പക്ഷേ എൻട്രി ടിക്കറ്റ് വേണം കേട്ടോ. നമ്മുടെ ഈ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എൻട്രി കിട്ടുന്നത് ടെഡ്ഡി ബിയർ മ്യൂസിയത്തിനൂടെ എൻട്രി ഉണ്ട്. ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കടയാണെന്ന് തോന്നുന്നു. ടെഡ്ഡി ബിയർ മ്യൂസിയം. ഇതിനകത്ത് കയറണമെങ്കിൽ 2 ടിക്കറ്റ് വേണം. നമ്മളിത് എടുക്കാത്തതുകൊണ്ട് പുറത്തുനിന്ന് കണ്ടിട്ട് പോകാനുള്ള പ്ലാനാണ്. വലിയ ഇതാട്ടോ, ഫുൾ ടെഡ്ഡി ബിയറിന്റെ മ്യൂസിയം ആയിരിക്കും അല്ലേ. വലിയ ഏരിയ അത്. എൻ്റെ ഫ്രണ്ടിൽ ടെഡ്ഡി ബിയറിന്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഗ്രേപ്പാ? ഇത് നമ്മൾ ഇതിൻ്റെ അടുത്തുള്ളൊരു കടയാട്ടോ. മറ്റേ മധുരം ഫ്രൂട്ട്സ് കൊണ്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ. എന്തായാലും ക്രേപ്സ്, ക്രേപ്സ്. കൊച്ചു പയ്യനാട്ടോ, എന്നാ നടത്തുന്നതെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ള പറ. ഫ്രഷ് മാംഗോ ആട്ടോ. അതിനൊക്കെ പൊളിഞ്ഞു പോകുന്നു. അവിടെ നമ്മളൊരു ക്രേപ്പ് മാംഗോ പറഞ്ഞു, അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന ട്രൈ ചെയ്തു. കൊച്ചു പിള്ളേരാട്ടോ ഇവിടെ കടാറുണ്ടോ. നമ്മളെ ലൈവ് ബിയർ ആണോ കേട്ടോ. നമ്മളാണ് ഈ സൺസെറ്റ് കടയിൽ നിന്ന് ഒരു ബൺമി ഓർഡർ ചെയ്ത്. അത് ഇവിടുത്തെ ഒരു ഫേമസ് ആണ് കേട്ടോ, ബൺമി. വരുമ്പോൾ ട്രൈ ചെയ്യണം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം എന്താണ്. ലിക്കറൊക്കെ ലൈവ് ഉണ്ട് കേട്ടോ. എന്തൊരു വൈബാണ്, സമാധാനം അല്ലേ മാളു? നമ്മളതൊന്ന് ട്രൈ ചെയ്യണ്ട. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ ആയിക്കോട്ടെ. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആവാം. അവിടെ ഇരിക്കുമോ? നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ വാ, ഇതെന്ത് കുതിരയോ? കൊള്ളാലോ കുതിര. ഒരു വെള്ളം ചെറിയ വെള്ളമുണ്ടോ? ഇത് രസമല്ലേ കാണാൻ? ഒരു പയ്യനാട്ടോ നമുക്ക് ഇത് കൊണ്ട് ഇതൊക്കെ കൊണ്ട് തന്നിട്ട് പോയി പാവം. സൺസെറ്റ് അവിടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് ഓക്കെയാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ചീസാണോ എന്താണ്? എങ്ങനെയുണ്ട്? ഹലോ, കൈ അടിച്ചാൽ മതി കൊള്ളാവില്ലേ എന്നുള്ളത്. എക്സ്പ്രഷൻ കണ്ടിട്ട് കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് കഴിച്ചപ്പോഴാണ് നമ്മൾ അടുത്ത സാധനം ഓർഡർ ചെയ്തത്. അതിൻ്റെ കരിക്ക്, നമ്മുടെ നാടൻ കരിക്ക്. അതിനെക്കാട്ടി കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി വേറെ സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്, നൂഡിൽസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മറ്റേ കൊള്ളാം, അടിപൊളി സാധനം.
സോ നമ്മുടെ അടുത്ത സാധനം അതുകൊണ്ട് ഇതെന്തായിരുന്നു? ഷ്രിംപ് നൂഡിൽസ് ആണേ ഇത്. കഴിച്ചു നോക്കട്ടെ. നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു 3 ലക്ഷം രൂപ കഴിച്ചു. അടുത്തതാ ഇങ്ങനെ ഒരു ചെറിയൊരു കട കണ്ടു. ചുമ്മാ ജസ്റ്റ് നോക്കാം കേട്ടോ. ഒത്തിരി ഷോപ്പുകളാട്ടോ. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ചുമ്മാ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. ഓ ലൈവ് ഫിഷ് പൊരിച്ചിരുന്ന കടയാണ് കേട്ടോ. ലോബ്സ്റ്റർ കിടക്കുന്നത് നമ്മൾ കഴിച്ചു പോയി. ഇല്ലെങ്കിൽ ട്രൈ ചെയ്യണം. Fresh seafood we make at 8 ലക്ഷം രൂപയാണ്ടെ. കോംഫ്രറ്റ് ഉണ്ട്, 400 ഉണ്ട്, പല റേറ്റിനുള്ളതുണ്ട്. 1 ലക്ഷം രൂപയാണ് കേട്ടോ. ക്രാബ് 1,90,000. ആരും ഇല്ലാന്നോ കേട്ടോ. 25,000. ഇതാണ് ആദ്യത്തെ പാലം കേട്ടോ. നമ്മളാ സെൻട്രലിലെ പാലത്തിലാണ് നിന്നത്. നമ്മൾ വന്ന സ്ഥലം തിരിച്ചു പോവുകയാണെന്ന് വെച്ചാൽ ഇതുവഴി നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഹോട്ടലിലോട്ട്. ഇവിടെ എല്ലാ ഹോട്ടൽസും എന്നാ. പിന്നെ അപ്പുറത്തെ ലൈറ്റ് കളിക്കുന്ന പാലത്തിൽ ഇവിടെ കയറണം. എന്നിട്ടാണ് ബീച്ചിൽ പോകാൻ. നേരെ പോണത് ബീച്ചിലാണ്. കായലും കടലും ഉണക്കും. അതായിരിക്കും ലേക്ക് ഓഫ് ലവ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നിന്ന പാലം ഇതിൻ്റെ എല്ലാവരും തന്നെ 3ാമത്തെ പാലം ഒന്നും തോന്നുള്ളൂ. ഈ കട ഒരുപാട് അടുത്തുണ്ടല്ലോ. ബബിൾ ടീ കേട്ടോ. ബബിൾ ടീ എല്ലാരും ക്യൂട്ടാട്ടോ. അതൊന്നുമില്ല. ഇവര് വളർത്തുന്ന തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ടോ അവിടെ. അടിപൊളി കുറേ ഉണ്ട്. നമ്മൾ ഇപ്പുറ സൈഡിൽ എത്തി. ഇപ്പുറ സൈഡും ഫുൾ ഷോപ്പിംഗ് ആണ്. ഫുൾ ഷോപ്സ് ആണ്. സ്പാ ഉണ്ട്, ഡ്രസ്സുണ്ട്. ഓ അയ്യോ ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്. മാത്രം കടമാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ചുമ്മാ ഓരോ ഷോപ്സിൽ ചുമ്മാ കയറി നോക്കാം. റേറ്റ് ഉണ്ട്, നോക്കി വാങ്ങിക്കാം. ഇഷ്ടമുള്ള വാങ്ങിക്കാം. നമ്മൾ ഷോപ്പ് ചെയ്യുകൊണ്ടാണ് വാങ്ങിക്കാത്ത. നമ്മൾ അവിടെ തന്നെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ചുമ്മാ കയറി നോക്കാം. റേറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റാട്ടോ. 5 ലക്ഷം രൂപയ്ക്കാണ് ഷർട്ടിനൊക്കെ. ലക്ഷം കാർഡ് ഷർട്ട് എല്ലാമൊക്കെ ഉണ്ട്. റോക്സ് എല്ലാം ഫസ്റ്റ് കോപ്പിയാണ് കേട്ടോ. കേൾക്കട തന്നെ കേട്ടോ ഫുൾ. അടുത്ത ഇന്ത്യ റെസ്റ്റോറൻറ്റ് നമസ്തേ ഇന്ത്യ.
റെസ്റ്റോറന്റ്. എടാ ഇന്ത്യ റെസ്റ്റോറന്റ്. എടാ ഇവിടെയാണ് നിൽക്കാൻ പറഞ്ഞത്. അവിടെ നിൽക്കാൻ പറഞ്ഞ നമ്മളെ നാളെ. സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാട്ടോ. അങ്ങ് കിടക്കും അത്. വൻമീൻ അടുത്ത കട. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ ആ റേറ്റൊക്കെ തന്നെ കേട്ടോ. 50,000 രൂപ. പാമ്പാ. മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. നല്ല റേറ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കോപ്പീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നല്ല റേറ്റാണ്. നമ്മൾ നടന്ന് നടന്ന ഇപ്പുറ സൈഡ് വന്നു കേട്ടോ. ഇവിടെ ലൈറ്റ് കുറവാ അല്ലേ ഭയങ്കര. ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തോ DJ പരിപാടിയൊക്കെയാണ്. ടിക്കറ്റ് ഉണ്ടോടാ? ഇതൊന്നും നമ്മളെ കാട്ടിലാണ്. അവിടെ എന്തോ വലിയ പരിപാടി കിടന്നുണ്ട്. ഫുൾ ലൈറ്റ് ഒക്കെയാണ്. ഇവിടെ കയറി നോക്കിയാലോ? ആ ഇത് തന്നെ ബാമ്പു. ഇവിടെയാണ് നാളെ നിൽക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഫുൾ ബാമ്പൂയിൽ ഉണ്ടാക്കി വെച്ച സാധനം കണ്ടോ? എന്ത് രസമല്ലേ. നമ്മള് വീഡിയോ കാണാൻ നിൽക്കല, നേരിട്ട് കാണുമ്പോൾ കൂടെ ഒരു ഭംഗിയാണ് അതിനകത്ത്. അവിടെ ഇതിന്റെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പാട്ടിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മുളയെ ചെയ്ത് സ്കിട്ടിലും കാണാം. പറയത്തേല ഇത് മുളയിലാന്ന്. ദൂരെ നോക്കുമ്പോ വേറെന്തോ ഓ ഇവിടെ എന്തൊക്കെ പാട്ടൊക്കെ കാണുന്നു കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ആളാട്ടോ. ഫുൾ കവർ റെസ്റ്റോറൻറ്റ്സ്. ഈ സൈഡ് വ്യൂയിൽ ഭയങ്കര ആളാട്ടോ. ഒറ്റ പോലും നടക്കാൻ പോലും പറ്റത്തില്ല, അത്ര ആളല്ലോ. ഫുൾ അപ്പം അതിനോട് ഫുള്ള് കണ്ടു കഴിഞ്ഞു നമ്മള്. ഇനിയിപ്പോൾ നാളെ ഐലൻഡ് ടൂറുണ്ട്. അപ്പം രാവിലെ ഇറങ്ങണം. അതുകൊണ്ട് 7 മണിക്ക് ഇറങ്ങണം. അപ്പം നേരത്തെ പോയി കിടന്നിട്ട് പിന്നെ നമ്മുടെ ഇന്റർ കളിയല്ലേ, കളിയുണ്ട്, കളിയും നോക്കണം.